ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് പേജ് ഓഫ് സോഡ്സ് ആണ്. പേജ് ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് പാസ്റ്റിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരു ട്രോമ, അല്ലെങ്കിൽ നമുക്ക് കാർമിക്കായിട്ടുള്ളൊരു എൻഡിങ് വന്നിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് നമ്മളിന്ന് ഒരു സ്റ്റക്ക് എനർജിയാണ്. അതുപോലെ ഒരു റിസ്ക് എടുത്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു ഡിസിഷൻ എടുക്കേണ്ട, തീരുമാനം എടുക്കേണ്ട ദിവസമാണ്. അത് എടുക്കണോ വേണ്ടയോ എന്ന് നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. കാരണം തൊട്ട് മുമ്പ് ഒരു പെയിൻഫുൾ എൻഡിങ്ങിൽ നിന്നിട്ടുള്ള ഒരാളാണ്. ഇത് പേജ് ഓഫ് സോഡ്സ് 10 ഓഫ് സോഡ്സിന് ശേഷമുള്ള കാർഡാണ്. അപ്പോൾ 10 ഓഫ് സോഡിലേക്ക് നോക്കിയാണ് ഈ പേജ് ഓഫ് സോഡ് നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മുമ്പ് എന്താണോ സംഭവിച്ചത്, നിങ്ങൾ എന്തൊരവസ്ഥയിലൂടെ കടന്നു പോയതുകൊണ്ടാണോ നിങ്ങളിപ്പോൾ ഈ ടാരോ റീഡിങ്സ് ഒക്കെ കാണുന്നത്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു തീരുമാനം നിങ്ങൾക്ക് ഇന്ന് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ വീണ്ടും പഴയ ആ അവസ്ഥയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കും. മുമ്പ് നിങ്ങൾ എടുത്തൊരു തീരുമാനം തെറ്റായി പോയതുകൊണ്ടാണ് നിങ്ങൾക്ക് മുൻപൊരു അനുഭവം ഉണ്ടായത്. അപ്പോൾ വീണ്ടും തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ഭയമുണ്ട് തെറ്റിപ്പോകുമോ എന്നുള്ളത്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങളൊരു തീരുമാനം എടുക്കേണ്ട ദിവസമാണ്. പക്ഷേ നിങ്ങൾ സാഹചര്യങ്ങൾ അനുകൂലമാണോ എന്നൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം ഇന്നത്തെ ദിവസം തീരുമാനം എടുക്കുക കേട്ടോ. പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ ഉറപ്പാക്കിയതിന് ശേഷം, നിങ്ങൾ പണ്ടുണ്ടായ ആ ഒരു ട്രോമയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടു എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. അല്ലാത്ത പക്ഷം നിങ്ങളൊന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. പിന്നെ ഇത് പുതിയ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നു. പുതിയ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കുന്നതായിരിക്കാം. ചിലപ്പോൾ ഈ ടാരോ റീഡിങ്സ് പോലുള്ള എന്തെങ്കിലും ഒരു നിഗൂഢശാസ്ത്രം പഠിക്കുന്നതായിരിക്കാം. അത്തരത്തിൽ എന്തോ ഒരു പുതിയ കാര്യം പഠിക്കാനായിട്ട് ആരംഭിക്കുന്നു എന്നുള്ളതാണ് പേജ് ഓഫ് സോഡ്സ് പറയുന്നത്. അതുപോലെ റിസ്ക് എടുത്ത് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു എന്നാണ്. ഒരു മുൻ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ട് മുന്നോട്ട് പോകുമ്പോൾ റിസ്ക് എടുക്കേണ്ടി വരുമെന്ന് അറിയാം. അങ്ങനെ റിസ്ക് എടുത്ത് മുന്നോട്ട് പോകുന്നൊരു എനർജിയാണ് പേജ് ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, സാഹചര്യങ്ങൾ അനുകൂലമാണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ പണ്ടുണ്ടായ അതേ കാര്യം ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കേട്ടോ. അപ്പോൾ തീരുമാനം എടുക്കുമ്പോൾ സൂക്ഷിക്കുക. കണ്ടോ, 3 ഓഫ് സോഡ്സ്. ഒരു ഹാർട്ട് ബ്രോക്കൺ, നമ്മൾ ചെയ്ത തെറ്റിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും എന്നാണ്. നമ്മളായിട്ട് ചെയ്തൊരു അതായത് ധാരണയില്ലാതെ ചെയ്ത, അല്ലെങ്കിൽ ആലോചനയില്ലാതെ ചെയ്ത ഒരു തെറ്റിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. കുറച്ച് മാനസിക സമ്മർദ്ദത്തിലൂടെ പോകേണ്ടി വരും എന്നാണ് 3 ഓഫ് സോഡ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആരെങ്കിലും നിങ്ങളെ ഹേർട്ട് ചെയ്യാനൊക്കെ ചിലപ്പോൾ സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിൽ കുറച്ച് പെയിൻ അനുഭവിക്കേണ്ടി വരും എന്നാണ് 3 ഓഫ് സോഡ്സ് പറയുന്നത്. ഹാങ്ങഡ് മാനും 10 ഓഫ് കപ്സുമാണ്. ഇത് ഫാമിലിയുടെ കാര്യത്തിലായിരിക്കും മിക്കവാറും ചിലപ്പോൾ ഇന്നൊരു സ്റ്റക്ക് എനർജി വരാൻ സാധ്യത കേട്ടോ. ഒരു ഹാങ്ങഡ് മാൻ ഉണ്ട്, ഒരു തീരുമാനമില്ലായ്മയിലേക്ക് കാണുന്നുണ്ട്. തീരുമാനമില്ലായ്മ കൊണ്ട് ഫാമിലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു കാര്യത്തിൽ തീരുമാനമില്ലാതെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ 3 ഓഫ് കപ്സിലേക്ക് വരുന്നത്, 3 ഓഫ് സോഡ്സിലേക്ക് വരുന്നത്. അപ്പോൾ എന്തോ ഒരു തീരുമാനമില്ലായ്മയുടെ പേരിൽ ഒന്ന് മാനസികമായിട്ടൊന്ന് സമ്മർദ്ദപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ. കുറച്ചൊരു മാനസികമായിട്ടുള്ളൊരു പെയിൻ, ഒരു കാർമിക്കാണത്. 3 ഓഫ് സോഡ് കാർമിക്കിൻ്റെ ആടാണ്. അപ്പോൾ എന്തോ ഒരു കർമ്മ ഇന്ന് ക്ലിയർ ആവാനുണ്ട്. അത് ഫാമിലിയുമായി ബന്ധപ്പെട്ടതാണ്. അത് തീരുമാനം എടുക്കാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു എനർജിയാണെന്നൊക്കെയാണ് കാണുന്നത് കേട്ടോ. 3 ഓഫ് സോഡ്സ്. ദെൻ എംബററാണ്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ മേലധികാരികളുമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾക്കും ഇന്ന് ഭയങ്കര ഈഗോ ആയിരിക്കും. നിങ്ങളുടെ ഈഗോ മറ്റുള്ളവരുടെ ഈഗോയുമായിട്ട് കൂടി ഇരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഈഗോ ഹേർട്ടാവുന്ന ഒരു എനർജിയൊക്കെ കാണുന്നുണ്ട്. അതുപോലെ ഈ നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥരെ മീറ്റ് ചെയ്യേണ്ടി വരിക, അതുപോലെ കോടതിയിൽ കേസുമായി ബന്ധപ്പെട്ട് പോവുക, അല്ലെങ്കിൽ യൂണിഫോം ഇട്ട ആളുകൾ, അതായത് മോസ്റ്റ്ലി ഈ എന്താണ് നിയമം നടപ്പിലാക്കുന്ന ആളുകളുമായിട്ട് നമുക്ക് സമ്പർക്കപ്പെടേണ്ടി വരിക എന്നൊക്കെയാണ് ടെമ്പറൽ എനർജി.
അതായത് ഹയർ അതോറിറ്റിയുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടാവുക. അത് നിയമപരമായിട്ടുള്ള എൻകൗണ്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മേലധികാരി ആയിരിക്കാം. നിങ്ങൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ മേലധികാരി ആയിരിക്കാം, സീനിയർ ആയിരിക്കാം, സുപ്പീരിയർ ആയിരിക്കാം, അങ്ങനെയുള്ള ആളുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ആയിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള പോലീസ്, പട്ടാളം, കോടതി, പിന്നെ ഫോറസ്റ്റ്, എക്സൈസ്, MVD അങ്ങനെയുള്ള യൂണിഫോം ജോബ്സും ആയിരിക്കാം. അങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ആയിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ ബാങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ മുമ്പിലൊക്കെ പോകേണ്ടി വരിക. അതാണ് എംപറർ കേട്ടോ. നെക്സ്റ്റ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് പൈസ വരുന്നു എന്നുള്ളതാണ്, പണമാണ്, നമ്മളിലേക്ക് പണം വരുന്നു എന്നാണ്. കുറേ വെയിറ്റ് ചെയ്ത പണമാണ്, കുറച്ച് സമയം എടുത്തിട്ട് ആ പണം നമ്മളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളൊരു എനർജിയാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. അതായത് കാത്തിരുന്ന പണം, അതായത് ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡ് ആവേണ്ടത് കൊണ്ട് വൈകി നമ്മളിലേക്ക് എത്തുന്ന ഒരു പണമാണ്. അപ്പം പണം നമ്മളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്, കാത്തിരുന്ന പണം നമ്മളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. അത് പണം തന്നെയാണോ എന്ന് നിർബന്ധമില്ല. നമ്മൾ മൂല്യമുള്ളതായി കാണുന്ന എന്തുമാകാം. ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും ഒരു വിലപിടിപ്പുള്ള സാധനം തിരിച്ചു കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ട്രസ്റ്റ് ഇഷ്യൂ കാരണം നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള വ്യക്തികൾ ചിലപ്പോൾ നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കാം. അതൊക്കെയാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കുക. നഷ്ടപ്പെട്ടു പോയ സാധനങ്ങളൊക്കെ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്, എന്നാലും നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം. സ്റ്റാർ കാർഡാണ്. സ്റ്റാർ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കറിയാം ഹീലിങ്ങിൻ്റെ കാർഡാണ്. അപ്പോൾ നമ്മൾ ഹീൽ ചെയ്യപ്പെടുന്നു എന്നാണ്. നമ്മളെ ചിലപ്പോൾ ഇന്ന് ആരെങ്കിലും ഹീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ആരോടെങ്കിലും പറഞ്ഞ് അതിന് ആരിൽ നിന്നെങ്കിലും ഒരു സമാധാനം കിട്ടുക, ആരിൽ നിന്നെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടുക, അങ്ങനെ ഒരു ഹീലിംഗ് ഇന്ന ദിവസം നടക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഹീലിംഗ് നടക്കുന്നു എന്നുള്ളതാണ്, നിങ്ങൾ ഹീൽ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ആരെങ്കിലും ഒരാൾ നിങ്ങളെ ഇന്ന് ഹീൽ ചെയ്യാൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ, അതിനൊരു പരിഹാരം പറഞ്ഞു തരാൻ സാധ്യതയുണ്ടെന്നാണ്. സമാധാനപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് കാര്യത്തിലേക്കാണോ മുന്നോട്ട് പോകുന്നത് അവിടെ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് അതിനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ച് മുന്നോട്ട് പോകുന്നത് ആ കാര്യം നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് സ്റ്റാർ കാർഡ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇന്ന് ഓവർ വർക്ക് ചെയ്യേണ്ടി വരും. എക്സ്ട്രാ ഏണിങ്ങിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ജോലി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ ജോലി ചെയ്യുക, കൂടുതൽ പണം ഉണ്ടാക്കുക എന്നാണ്. പക്ഷേ നിങ്ങൾ ഒരു സ്കില്ല് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. ഒരു സ്കില്ല് തന്നെ വീണ്ടും വീണ്ടും ചെയ്ത് അതിൽ മാസ്റ്ററി എടുക്കുക, അപ്രന്റീസ്ഷിപ്പ് ചെയ്യുക, അവിടെ നിങ്ങളൊരു മാസ്റ്റർ ആവുക എന്നൊക്കെയാണ് ഈ 8 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അതായത് ചെയ്ത കാര്യം തന്നെ റിപ്പീറ്റഡ്ലി ചെയ്ത് നിങ്ങളതിൽ മാസ്റ്റർ ആവുക, അതിൽ നിന്ന് കൂടുതൽ ആ സ്കില്ല് ഉപയോഗിച്ച് നിങ്ങൾ കൂടുതൽ പണം നേടുക എന്നൊക്കെയാണ് 8 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. എന്തായാലും എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരും. എന്ത് കാര്യം നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിലും അവിടെ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും, എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരും എന്നുള്ളതാണ് 8 ഓഫ് പെൻറ്റക്കിൾസ്. കൂടുതൽ ജോലി ചെയ്യുക, കൂടുതൽ പണം നേടുക. അപ്പോൾ ധാരാളം പണം വരുമെന്ന് കാണുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ച് ഇന്ന് പണിയെടുക്കേണ്ടി വരും. 5 ഓഫ് സോഡ്സ് ആണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇമോഷണലി ഹേർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നതായിരിക്കും. അത് മറ്റുള്ളവരെ ഇമോഷണലി ഹേർട്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ എനർജിയാണ് അതെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ ഹേർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ആളുകളോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കുക. ഹേർട്ട് ആവാനും ഇൻസൾട്ടഡ് ആവാനും ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളും ആരെങ്കിലും ഹേർട്ടാക്കാനും ഇൻസൾട്ടഡ് ആക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതായത് ജയിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് പെയിൻഫുൾ ആയിരിക്കും. അതായത് നമ്മൾ ജയിക്കാൻ വേണ്ടി മറ്റുള്ളവരെ കരുവാക്കുക എന്ന് പറയത്തില്ലേ, ആ എനർജിയാണ്. വിന്നിങ് അറ്റ് എനി കോസ്റ്റ് ആണ് ഈ 5 ഓഫ് സോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സൂക്ഷിച്ച് വാക്കുകൾ കൈകാര്യം ചെയ്യുക, ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത രീതിയിൽ ചെയ്യുക. ഇനി മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിനെ തിരുത്താൻ വാക്കുകൾ കൊണ്ട് തിരുത്തണ്ട, ഒറ്റയ്ക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുക. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരാളോടൊരു അയാളുടെ തെറ്റ് പറഞ്ഞു കൊടുക്കണ്ട, അത് അവരെ ഇൻസൾട്ടഡ് ആക്കും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. എന്തെങ്കിലും ആരോടെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തു ചാടിയിട്ട് നമ്മൾ മറുപടി പറഞ്ഞ് അവരെ ഇൻസൾട്ട് ചെയ്യരുത്. അതൊക്കെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് കാര്യം പറയുന്നതായിരിക്കും നല്ലത്. അത് 5 ഓഫ് സോഡ്സ് എന്ന് പറയുന്നതാണ്. നമ്മൾ ജയിക്കാൻ വേണ്ടി പറയുന്നത് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് കേട്ടോ. വിന്നിങ് അറ്റ് എനി കോസ്റ്റ് ആണേ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ചതി നടക്കാൻ സാധ്യത ഉണ്ടെന്നാണ്. നിങ്ങളുടെ ഭാഗത്തുനിന്നായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കാം. അത് നിങ്ങളുടെ ഭാഗത്തുനിന്നാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളത് ഉണ്ടാകാൻ അനുവദിക്കരുത്. 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് പണത്തിന് ധാരാളം പണം ആവശ്യമുണ്ട്, പക്ഷേ അത്രയും പണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നതാണ്. നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ഇന്ന് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതുണ്ടായിരിക്കും, പക്ഷേ പൈസ ഇല്ലാത്തത് കൊണ്ട് ആ കാര്യം പിന്നെ ചെയ്യാമെന്ന് കരുതി മാറ്റി വെക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ പൈസ ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്ത നിങ്ങളെ വല്ലാതെ അലട്ടുന്നതായിരിക്കും. ഇന്ന കാര്യം വരുന്നുണ്ട്, ഞാനത് എങ്ങനെ മീറ്റ് ചെയ്യും എന്നോർത്തിട്ട് നിങ്ങൾ കുറച്ചൊരു വിഷമത്തിലിരിക്കുന്നതായിരിക്കും സാധ്യതയുണ്ട് കേട്ടോ.
അതൊക്കെയാണ് ഈ 4 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അതുപോലെ പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ സൂക്ഷിക്കുക, കൈകാര്യം ചെയ്യുമ്പോൾ പൈസ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കുക. ചെറിയ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ പതുക്കെ പിശുക്കി പണം കയ്യിൽ വെച്ചിട്ട് അറിയാതെ വലിയ കാര്യങ്ങളിൽ കൊണ്ടുപോയിട്ട് പണം നഷ്ടപ്പെടുത്താനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇന്നൊരു ഒറ്റപ്പെട്ട ഫീലായിരിക്കും, മടുപ്പ് തോന്നുന്ന ഫീലായിരിക്കും, അവനവനിലേക്ക് തന്നെ ഒതുങ്ങാനുള്ളൊരു ടെൻഡൻസി ആയിരിക്കും. മറ്റുള്ളവരോട് മിണ്ടാൻ ഇഷ്ടമില്ല, മറ്റുള്ളവരോട് കൂട്ടുകൂടാൻ ഇഷ്ടമില്ല, അത്തരം ഒരു എനർജി ആയിരിക്കും. അതായത് കമ്മ്യൂണിക്കേഷൻ ആയാലും സ്നേഹമായാലും പണമായാലും ഒന്നും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തൊരു എനർജിയാണ് ഈ 4 ഓഫ് പെൻറ്റക്കിൾസ്. എനിക്ക് മാത്രം അല്ലെങ്കിൽ എന്നിലേക്ക് എന്നുള്ളൊരു തോന്നലാണ്. മറ്റുള്ളവരെ മാനിക്കാതിരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് പോകാൻ ഇഷ്ടപ്പെടാതിരിക്കുക, തന്നിലേക്ക് തന്നെ ഒതുങ്ങുന്ന ഒരു എനർജിയാണ് 4 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. ഇന്ന് കുറച്ച് പിശുക്ക് കാണിക്കണം കേട്ടോ, പൈസയ്ക്ക് കുറച്ച് പിശുക്ക് കാണിക്കണം. മാത്രമല്ല പൈസ ഇല്ലല്ലോ എന്നുള്ളൊരു ഫീല് മനസ്സിൽ ഉണ്ടായിരിക്കും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പൈസ ഇല്ലല്ലോ, ആ പൈസ ഞാൻ എന്ത് ചെയ്യും, പൈസയ്ക്ക് അല്ലെങ്കിൽ ഒരു പൈസയുടെ ആവശ്യത്തിന് ഞാൻ എങ്ങനെ അത് മീറ്റ് ചെയ്യും, എങ്ങനെ ആ പൈസ ഉണ്ടാക്കും എന്നുള്ളൊരു ടെൻഡൻസി, ആ ഒരു ടെൻഷനിലിരിക്കുന്ന പോലെയാണ് കാണുന്നത്. ദെൻ പേജ് ഓഫ് വോൺസ്. വളരെ അഡ്മിറേഷനോടുകൂടി നിങ്ങൾ ഒരാളെ ഓർക്കുന്നു, ഒരാളെ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരാളോട് നിങ്ങൾക്ക് സംസാരിക്കണം എന്നുണ്ട്, ഒരാളോട് നിങ്ങൾക്ക് വല്ലാത്ത ആരാധനയുണ്ട്, പക്ഷേ നിങ്ങൾ അവരോട് സംസാരിക്കുന്നുണ്ടാവത്തില്ല, അവരെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് അവരെ ആക്സസ് ഇല്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ അവരെ കാത്തിരിക്കുന്നു, അവരെ അഡ്മയർ ചെയ്യുന്നു, അവരെ വല്ലാതെ മിസ് ചെയ്യുന്നു എന്നൊക്കെയുള്ളതാണ് പേജ് ഓഫ് വാൺസ് പറയുന്നത്. ഒരാളെ ആയിരിക്കാം, ഒരു പാഷനെ ആയിരിക്കാം, നിങ്ങൾ മനസ്സിലിട്ടൊരു കാര്യം ഇങ്ങനെ താലോലിക്കുന്നതാണ്, അത് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. ചിലപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച് നിങ്ങൾ ചെയ്തു വന്നൊരു കാര്യമായിരിക്കാം, പാതി വഴിയിൽ നിങ്ങൾ നിർത്തിക്കളഞ്ഞതായിരിക്കാം, വീണ്ടും അത് ചെയ്യണമെന്നുള്ളൊരാഗ്രഹം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഡാൻസ് ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന ആളാണ്, പാതി വഴിയിൽ ഡാൻസ് നിർത്തിപ്പോയി. അപ്പോൾ വേറെ ആരുടെയെങ്കിലും ഒരു സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോൾ എനിക്കത് ചെയ്യണം എന്നൊരു തോന്നൽ വീണ്ടും ഉണ്ടാവുക, ആ പാഷനെ വീണ്ടും ചേസ് ചെയ്യണം എന്നുള്ള ഭയങ്കരമായ ആഗ്രഹം, എന്ത് റിസ്ക് എടുത്താലും എനിക്കത് ചെയ്യണമെന്നൊരു തോന്നലുണ്ടാവുക, അതൊക്കെയാണ് പേജ് ഓഫ് വാൺസ് പറയുന്നത്. അപ്പോൾ എന്തോ ഒരു കാര്യം നിങ്ങൾ മുൻപ് നിർത്തിക്കളഞ്ഞ ഒരു കാര്യം വീണ്ടും ചെയ്യണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അതുപോലെ ആരെയോ നിങ്ങൾക്ക് മിസ് ചെയ്യുന്നതും അവരോട് സംസാരിക്കണമെന്നും അത്യാഹ്ലാദത്തോടുകൂടി അവരെ ആലോചിക്കുകയൊക്കെ ചെയ്യുന്ന എനർജിയാണ്. അവർ തിരിച്ചു വരണമെന്നോ അല്ലെങ്കിൽ അവരെ മിസ് ചെയ്യുകയോ അവരോട് വല്ലാതെ അഡ്മിറേഷനൊക്കെ തോന്നുന്ന ഒരു എനർജിയാണ് പേജ് ഓഫ് വാൺസ് എന്ന് പറയുന്നത്. ആരാധനയാണ്, മോസ്റ്റ്ലി അഡ്മിറേഷൻ അല്ലെങ്കിൽ ആരാധനയാണ്, ഒരാളോടോ അല്ലെങ്കിൽ ഒരു ആവശ്യത്തിനോടോ ഒക്കെ ഉള്ളൊരു ആരാധനയാണ്. ദെൻ എംപ്രസ് ആണ്. ഇത് പ്രഗ്നൻസി ഒക്കെ ട്രൈ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു ഗുഡ് ന്യൂസ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. എംപ്രസ് എനർജി എന്ന് പറഞ്ഞാൽ ഫെർട്ടിലിറ്റിയുടെ കാർഡാണ്. അങ്ങനെ ഒരു കാർഡുണ്ട്, അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുപോലെ ക്രിയേറ്റിവിറ്റിയാണ്. നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് നിങ്ങൾ ഏറ്റവും അടിപൊളിയാണെന്ന് നിങ്ങളെക്കുറിച്ച് ആളുകൾ പറയുന്ന വിധം നിങ്ങളുടെ ഒരു കഴിവെന്ന് പ്രകാശിതമാവുന്നുണ്ടായിരിക്കും. മറ്റുള്ളവർ നിങ്ങളെ അഭിനന്ദിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ ഏറ്റവും ഓപ്റ്റിമം എനർജി പുറത്തു വരുന്ന ദിവസം, അല്ലെങ്കിൽ ഓപ്റ്റിമം നിങ്ങളുടെ ക്വാളിറ്റി, കഴിവ്, ക്രിയേറ്റിവിറ്റി പുറത്തു വരുന്ന ദിവസം എന്നൊക്കെയാണ് ഈ എംപ്രസ് എനർജി പറയുന്നത്. പിന്നെ നിങ്ങളെ ആളുകൾ അഡ്മയർ ചെയ്യും, നിങ്ങളെ കാണാൻ നല്ല ഭംഗിയായിരിക്കും, നിങ്ങളുടെ ഏറ്റവും ഹയസ്റ്റ് എനർജിയിലാണുള്ളത്. മാത്രമല്ല ഇത് അബണ്ടൻസ് ആണ്. നിങ്ങൾ എവിടെയുണ്ടോ അവിടെ ഭയങ്കര സന്തോഷമായിരിക്കും, നിങ്ങൾ എവിടെ ഇരിക്കുന്നോ അവിടെ നല്ല റിച്ച്നെസ് ഫീൽ ചെയ്യും, നിങ്ങൾക്ക് അബണ്ടൻസ് ഫീൽ ചെയ്യും. അതുപോലെ നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നോ അത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അത്ര ഹയർ എനർജിയിലാണ് ഇന്നത്തെ ദിവസം ഉണ്ടായിരിക്കുന്നത്. അതാണ് എംപ്രസ് എനർജി പറയുന്നത്. പക്ഷേ നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാനത് ഇന്ന് ചെയ്യണോ എന്ന് നമുക്കൊരു സെൽഫ് ഡൗട്ട് തോന്നുന്നൊരു ദിവസം കൂടെയാണ്. ഞാൻ ഇന്നത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ ഒരു കാര്യം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു കാര്യം സെലക്ട് ചെയ്തിട്ട് അതുമായി മുന്നോട്ട് പോകാമെന്നൊരു തീരുമാനത്തിലായിരിക്കും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു സെൽഫ് ഡൗട്ട് തോന്നുന്നുണ്ട്, അത് എനിക്ക് ആവശ്യമുണ്ടോ, അത് വേണോ, അത് ഡ്രോപ്പ് ചെയ്താലോ എന്നൊക്കെ നിങ്ങൾ എടുത്തൊരു തീരുമാനത്തിനെ പുനർവിചിന്തനം ചെയ്യുന്നതാണ്. എനിക്കതിൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചാലോ എന്നൊക്കെ ആലോചിക്കുന്ന ഒരു എനർജിയും കൂടിയാണ് എംപ്രസ്. കാരണം ഹാങ്ഡ്മാനും ചാരിറ്റുമാണ്. മുന്നോട്ട് പോകുക എന്ന എനർജിയെ തീരുമാനമില്ലായ്മ കൊണ്ട് തളച്ചിടുന്ന എനർജിയാണ്. അപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരിക്കും, നിങ്ങളൊരു കാര്യത്തിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ജോലി സെലക്ട് ചെയ്ത് ആ ജോലിയുമായി മുന്നോട്ട് പോകാമെന്ന് തീരുമാനിക്കുന്നു. പിന്നെ ഓർക്കും, ഞാൻ എന്തിനാ ഈ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ജോലി എനിക്ക് സ്യൂട്ടബിൾ ആണോ എന്ന് വിചാരിച്ചിട്ട് അത് വേണോ വേണ്ടയോ എന്ന് സ്റ്റക്കായിട്ട് നിൽക്കുക. ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് മുന്നോട്ട് പോയിട്ട് പാതി വഴിയിൽ എത്തിയിട്ട് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ എന്നാലോചിച്ച് സ്റ്റക്കായി നിൽക്കുക. ഇനി ഫിനാൻഷ്യലി ഒരു ഗെയിൻ ഉണ്ടാകുന്ന ഒരു സംരംഭം ആരംഭിച്ചിട്ട് പാതി വഴിയിൽ എത്തിയിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഇത് എന്നെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ സെൽഫ് ഡൗട്ട് അടിക്കുക. ഇതൊക്കെയാണ് എംപ്രസ് എനർജിക്ക്
ക്ലാരിറ്റി വന്നേക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരുപാട് വട്ടം ആലോചിക്കുക. ആലോചിച്ചൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാൻ നിൽക്കരുത്. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തീരുമാനം എടുത്തതായിരിക്കണം, പിന്നെ അതിലേക്ക് കൂടുതൽ ആലോചിക്കാൻ പോകേണ്ടി വരരുത്. അതാണ് എംപ്രസ് എനർജി. മറ്റുള്ളവർ ചിലപ്പോൾ ഡീഫെയിം ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നതൊക്കെ നിങ്ങൾ തന്നെ കേൾക്കാനോ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്നത് നിങ്ങൾ കേൾക്കാനോ ഒക്കെ സാധ്യതയുണ്ട്. പിന്നിൽ നല്ലത് പറയുന്നത് പോലെ തന്നെ ചീത്തയും പറയാൻ സാധ്യത ഉണ്ട് എന്ന കാര്യം വ്യക്തമായി മനസ്സിലോർത്തിട്ട് മാത്രം മുന്നോട്ട് പോകും. എംപ്രസ് എനർജി ഫെയിമിൻ്റെയും അതേസമയം ഡിഫമേഷൻ്റെയും കാർഡാണ്. നിങ്ങളെക്കുറിച്ച് നല്ലതും അതേസമയം ചീത്തയും പറയുന്നത് കേൾക്കാൻ സാധ്യതയുള്ള കാർഡാണ്. ഫെർട്ടിലിറ്റിയുടെ കാർഡാണ്. പ്രഗ്നൻസി പോലുള്ള കാര്യങ്ങൾ റിവീൽഡ് ആവാൻ സാധ്യതയുള്ളൊരു ദിവസം എന്ന് പറയുന്നുണ്ട്. അതുപോലെ അബണ്ടൻസ് ആണ്. നിങ്ങൾ എവിടെ ഇരിക്കുന്നോ അവിടെ സന്തോഷമാണ്, എവിടെ ഇരിക്കുന്നോ അവിടെ റിച്ച്നെസ് ആണ്, നിങ്ങൾക്ക് ധാരാളം പണം വന്ന് കിട്ടുമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നോ അത്രയും അതെല്ലാം ഗ്യാദർ ചെയ്യാൻ പറ്റുന്ന അത്രയും എനർജി, ഹൈ എനർജിയിലാണ് നിങ്ങളുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരം എല്ലാ എനർജിയും ഉള്ളൊരു എനർജിയാണ് ഈ എംപ്രസ്. അതുപോലെ തന്നെ ഡിഫമേഷനും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. ബോട്ടം വന്നിരിക്കുന്ന ഡെത്താണ്. ഡെത്ത് ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡാണ്. അപ്പോൾ ഒരു കാർമിക് സൈക്കിൾ എൻഡ് ആവുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ത്രിയോസോഡ് ഞാൻ പറഞ്ഞല്ലോ, അതൊരു കാർമിക് സിറ്റുവേഷനിലേക്ക് നിങ്ങളിന്ന് പോകുന്നുണ്ട്. കുറച്ച് പെയിൻ അനുഭവിക്കേണ്ടി വരുമെന്ന് കാണുന്നുണ്ട്. മേ ബി നിങ്ങളെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഒരു കോടതി കേസിലൊക്കെ നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ അവിടെ എന്തോ ഒരു തീർപ്പ് നടപ്പിലാകാൻ സാധ്യതയുണ്ട്. ഡെത്തായി പോകുന്നുണ്ട് എന്തോ ഒരു കാര്യം, അതാണ്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നിങ്ങളായിട്ട് തന്നെ വേണ്ടെന്ന് വെക്കുന്നുണ്ട്. അത് നിങ്ങൾ വേണ്ടെന്ന് വെക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പെയിൻ ഉണ്ടാവുന്നതായിരിക്കാം. അവിടെ ഒരു ഡെത്താണ്, ഒരു സൈക്കിൾ എൻഡാവുന്നു എന്നുള്ളതാണ്, ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡാവുന്നു എന്നുള്ളതാണ് ഡെത്ത് കാർഡ് പറയുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു റീഡിങ്ങിനകത്ത് ഈ കർമ്മ ഇതുവരെ തീർന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ ഒരു ലൈഫിൽ ശരിക്കും നമ്മൾ നല്ലത് മാത്രമാണോ ചെയ്യുന്നത്? അല്ല, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, ചീത്ത ചെയ്താൽ ചീത്ത കിട്ടും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചെയ്യുന്ന ചില വാക്കുകൾ പോലും, ഞാനിപ്പോൾ പറയുന്ന ചില വാക്കുകൾ പലരെയും ഹേർട്ട് ചെയ്യുന്നുണ്ടാവും. ആ ഹേർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ പറയുന്ന വാക്കുകൊണ്ട് ഒരാൾ വേദനിക്കുന്നുവെങ്കിൽ അയാൾ അനുഭവിച്ച വേദന തിരിച്ച് ഞാൻ അനുഭവിക്കുമ്പോഴേ ആ കർമ്മ അവസാനിക്കുന്നുള്ളൂ. അപ്പോൾ അതൊരു കർമ്മയാണ്. എൻ്റെ വാക്ക് പോലും ഒരു കർമ്മയാണ്, എൻ്റെ ചിന്ത പോലും ഒരു കർമ്മയാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാലം കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഈ പറഞ്ഞ ഡെത്ത് എന്ന് പറയുന്നത്. കാർമിക് സിറ്റുവേഷൻസ് എൻഡാവുന്നു, ഒരു സൈക്കിൾ എൻഡാവുന്നു, നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നു എന്നാണ്, ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു, ട്രാൻസിഷൻ സംഭവിക്കുന്നു എന്നൊക്കെയാണ് ഡെത്ത് കാർഡ് പറയുന്നത്. അപ്പോൾ എന്തോ ഒരു കാര്യം ഡെത്തായി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പരിവർത്തനത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, എന്തായാലും ഈ വീഡിയോ കാണുന്ന എല്ലാ മനുഷ്യരും നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും പരിവർത്തനപ്പെടുന്ന സമയത്തിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ടാരോ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ ടാരോ റീഡിങ്സ് കാണുക. നിങ്ങളൊരു ഹീലിംഗ് പ്രോസസ്സ് ഇതിലൂടെ നടക്കുന്നുണ്ട്. നിങ്ങൾ വന്ന് ഈ ടാരോ കാണുന്ന സമയത്ത് നിങ്ങൾ ഡീപ്ലി വൂണ്ടഡ് ആയിട്ടുള്ള സോൾസ് ആയിരിക്കും. ഭയങ്കര പെയിനിൽ നിൽക്കുമ്പോഴായിരിക്കും നിങ്ങൾ ഈ ടാരോ റീഡിങ്സ് കണ്ടിട്ടുള്ളത്. കണ്ടു, നിങ്ങൾ കുറേ ആശ്വാസം കണ്ടെത്തി. ഒരു വീഡിയോ കണ്ടു, അതിന് സമാനമായ മറ്റ് വീഡിയോകൾ കണ്ടു, പല ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്തു, ഒരുപാട് വീഡിയോസ് കണ്ട് നിങ്ങളിപ്പോൾ അതിൽ നിന്ന് ആ അന്നത്തെ പെയിനിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ടായിരിക്കും. ഒരുപാട് മാറി നിങ്ങൾ ഹീലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും ടാരോ റീഡിങ്സ് നോക്കി നിൽക്കേണ്ട. നിങ്ങൾ നിങ്ങളുടേതായ തീരുമാനം എടുക്കുക. ഈ പേജോസോട് പറയുന്നത് തീരുമാനമെടുക്കാൻ പ്രാപ്തനായെങ്കിൽ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഞാനിപ്പോൾ മറ്റേ ടാരോയുടെയൊക്കെ ഒരു സപ്പോർട്ട് ഇല്ലാതെ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ ഞാൻ റെഡിയാണോ? ആണെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു ദിവസമാണ് ഇന്നെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ടാരോ റീഡിങ്സിൻ്റെ വീഡിയോയുടെ കീഴെ വന്നിട്ട് ഇരിക്കേണ്ട ആവശ്യം ഇല്ല. നിങ്ങളിപ്പോൾ സ്റ്റേബിൾ ആണെങ്കിൽ ഒരു ഗൈഡൻസിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ബുദ്ധിയെ വിശ്വസിക്കുക, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുക. പാസ്റ്റിലത്തെ കുറേ കർമ്മയൊക്കെ അതിലൂടെ ക്ലിയറായി പോകും. പറ്റുന്ന പോലെ മറ്റുള്ളവരെ സഹായിക്കുക, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കുക, ഗർഭിണികളായ സ്ത്രീകൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുക, ആഹാരം വാങ്ങിച്ചു കൊടുക്കുക, ആഹാരം കഴിക്കാനില്ലാത്തവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കുക. ഇതൊക്കെ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള ചീത്ത കർമ്മങ്ങളെ കുറേയൊക്കെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ലൈഫിൽ കുറേ സ്റ്റേബിളാവും, നമ്മൾ തന്നെ ഒരു ബാലൻസിലേക്കൊക്കെ വരും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. ഇതൊക്കെ നീ ചെയ്യുന്നുണ്ടോ എന്നിട്ടാണ് ഇവിടെ വന്നിരുന്ന് പറയുന്നതെന്ന് ചോദിക്കരുത്. ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യൂ, ഞാൻ ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ളത് ഓക്കെ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതാണ്. റീഡിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.